എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് എമർജൻസി ലൈറ്റുകളാണ് ശരിയാക്കാൻ പോകുന്നത്. ഇതൊന്നും കത്തുന്നില്ല. ഇതിപ്പോൾ എന്നോട് 12 വോൾട്ട്, ഇതിൽ 12 വോൾട്ട് പിന്നെ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ AC 220 വോൾട്ടിനും ഇത് ചാർജ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ വർക്ക് ചെയ്യില്ല നിലവിൽ. അപ്പോൾ എന്നോട് 12 വോൾട്ടിന് നമ്മൾ ഈ ലിഥിയം ബാറ്ററിയിൽ നിന്ന് ചാർജിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ടും വർക്ക് ചെയ്യണമെന്നില്ല. അതൊന്ന് അയച്ചിട്ട് നമുക്ക് അത് ശരിയാക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഒരെണ്ണം അയച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ LED സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം നമുക്ക് ആദ്യമായിട്ട്. ബാറ്ററിയിൽ ചാർജൊന്നുമില്ല, ഓൾറെഡി ഇട്ടിയത്. അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മളെ മൊബൈൽ ചാർജർ കൊണ്ട് ചാർജാക്കാൻ പറ്റുമോ എന്നൊക്കെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ബാറ്ററിൻ്റെ ചാർജൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. .38 വോൾട്ടാണ് ഇതിൽ ചാർജായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൊബൈൽ ഫോണിൻ്റെ ചാർജർ കൊണ്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇനി LED ലൈറ്റ്, ഈ സ്ട്രിപ്പ് നല്ല പ്രകാശമുള്ളതാണ് തോന്നുന്നത്. അതൊന്ന് നമുക്ക് ലിഥിയം ബാറ്ററി ഉപയോഗിച്ചൊന്ന് കത്തിച്ച് നോക്കാം. ഇതൊന്ന് കത്തിച്ച് നോക്കാം നമുക്ക്. നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പോൾ ഇനി ബാറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണോ ചാർജറിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ എമർജൻസി നല്ലപോലെ ചാർജായിട്ടുണ്ട്. ഇത് ചെറിയ എമർജൻസിയുടെ ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് ഞാനിത് ചാർജാക്കിയത്. ഇതിൻ്റെ ചാർജറിനാണ് കംപ്ലൈൻറ്റ്. ചാർജർ എന്നൊക്കെ അതിന് വയറൊന്നും ഇല്ലായിരുന്നു. ഇത് ഒഴിവാക്കിയൊരു എമർജൻസി ആയിരുന്നു. എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കത്തുന്നുണ്ട്. ഇനി ഇതിന് നമുക്ക് ചാർജാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചാർജർ ഒഴിവാക്കിയിരിക്കണം. ഇതിന് ചാർജർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു മൊഡ്യൂളാണ് ഇതിൽ ചാർജിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതിവിടെ ഇവിടെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയ 2 ഹോൾസ്, ഈ ലൈറ്റിൻ്റെ ചുവപ്പും നീല ലൈറ്റ് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത് ബാറ്ററിൻ്റെ അടിയിലാണ് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ മേലായിരിക്കും ബാറ്ററിയുടെ. ഇങ്ങനെ കമത്തി വെക്കണം. അതെന്താ വെച്ചാൽ നമുക്ക് ഈ ലൈറ്റ് പുറത്തേക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമത്തി വെക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു PCBൻ്റെ കഷ്ണം സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളിത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതിൽ 2 വയറ് സോൾഡർ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒട്ടിപ്പോയാൽ പിന്നെ വയറ് സോൾഡർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമ്മൾ B- പറഞ്ഞിടത്ത് കറുപ്പ് വയർ കൊടുത്തിട്ടുണ്ട്. B+ പറഞ്ഞിടത്ത് റെഡ് വയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഔട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമുക്ക് അതിൽ ആ സ്വിച്ച് മില്ല് ഇതിൻ്റെ ഔട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ബാറ്ററി നമുക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി. നമ്മളിതുപോലെ ഇവിടെ തെർമോക്കോളും സൂപ്പർ കൂളും ഉപയോഗിച്ചാണ് ഇതിവിടെ ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് ശരിക്കും ഇവിടെ ഒട്ടി നിൽക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വയറ് കൊടുക്കുമ്പോൾ അത് മൊബൈൽ ചാർജറിൻ്റെ വയറ് കുത്തുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ട് ഇതുപോലെ ഇത് ഒട്ടിച്ചാൽ നല്ല ഉരുകി അവിടെ ഒട്ടി നിൽക്കും. പിന്നെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളിത് ഉപയോഗിക്കരുത്. കാരണം വെച്ചാൽ ഇത് നല്ല ഉണങ്ങിയിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോർഡ് കേടായി പോകും. അപ്പോൾ ഈ 2 വയറും ബാറ്ററിയുടെ പ്ലസും മൈനസും നോക്കി കൊടുത്താൽ മതി. വേറൊന്നും ചെയ്യേണ്ടതില്ല. ബാറ്ററിമൊക്കെയാണ് കൊടുക്കേണ്ടത് 2 വയറും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ എമർജൻസി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ എന്താ വെച്ചാൽ എമർജൻസി ഇങ്ങനെ ഉപയോഗിക്കും, അങ്ങനെ വെക്കും. നമ്മളത് റീചാർജ് ചെയ്യൂല. കറണ്ട് പോകുമ്പോൾ ഒന്ന് എടുത്തിട്ട് കത്തിക്കും, പിന്നെ വെക്കും, റീചാർജ് ചെയ്യൂല. ഒരു 15 ദിവസത്തിലൊരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഇതൊന്ന് ചാർജ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ നമ്മുടെ എമർജൻസി ഒന്നും കേടാവില്ല. എല്ലാവരും എമർജൻസി വാങ്ങിയിട്ട് എന്താക്കും, കൊണ്ടുപോയിട്ട് അവിടെ പാത്തേക്കും. എപ്പോഴെങ്കിലും കറണ്ട് പോകുമ്പോൾ അത് എടുത്തിട്ടൊന്ന് വർക്ക് ചെയ്യിക്കും. അങ്ങനെ വർക്ക് ചെയ്യിച്ചുകൊണ്ട്
റീചാർജ് ചെയ്യാതെ എടുത്ത് വെക്കും. പിന്നെ എടുക്കുമ്പോൾ പറയാൻ കത്തുന്നില്ല. എങ്ങനെ കത്താൻ? അധികം കറണ്ട് ഓട്ടോമാറ്റിക് വരുമല്ലോ, നമ്മളിത് ചാർജ് ചെയ്യണ്ടേ. ചാർജ് ചെയ്തെങ്കിലേ ഇത് കത്തുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി പുറത്ത് വെച്ച് ചാർജ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിമേ നമ്മൾ കൊടുത്ത ഈ മൊഡ്യൂൾമിലൊന്ന് കൊടുത്തു നോക്കിയാൽ ഇവിടെ ഫുള്ളാവുമ്പോൾ നീലയായിരിക്കും, ചാർജ് ഇറക്കുമ്പോൾ ചുവപ്പായിരിക്കും. 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്, അതിലെ കാണാം. നമുക്കൊന്ന് ഉള്ളൊരു പവർ ബാങ്ക് എന്നാണ്, ഈ പവർ ബാങ്ക് എന്നാണ് ഇപ്പോൾ നമുക്ക് കുത്തുന്നത്. ഒന്ന് കുത്തി നോക്കാം. ചുവപ്പ് കത്തിയിട്ട് അന്നേരം തന്നെ നീലയായി, അന്നേരം ചാർജ് ഫുള്ളാണ്. ഇനി ദൂരി കുത്തിയാൽ ഒന്ന് ചുവപ്പ് കത്തും, അപ്പോൾ അതിനെ നീലയാവും. വേറെ ഇളകിയിട്ടാണത് ഇങ്ങനെ. ഇതിപ്പോൾ ഫുൾ ചാർജാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക. എമർജൻസിയൊക്കെ കറക്റ്റായിട്ട് റീചാർജ് ചെയ്ത് വെക്കുക. അന്നേരം ഇതൊന്നും എത്ര വർഷം ഉപയോഗിച്ചാലും ഇതൊന്നും കേട് വരേണ്ടതില്ല. അല്ല, ഇതിലിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇവിടുത്തെ വയറും ഒന്നും ഇല്ലായിരുന്നു, കറണ്ട് കുത്തുന്ന വയറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറെ വയർ കൊടുത്താണ് കൊടുത്തു നോക്കി. അപ്പോൾ ഏതോ ഒരു റെസിസ്റ്ററൊക്കെ പോയിക്കൂടെ, ഞാൻ നന്നാക്കാൻ തന്നിട്ടില്ല. കാരണം കറണ്ട് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ മൊബൈൽ ചാർജർ കൊണ്ട് ഇങ്ങനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമാണല്ലോ വിചാരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എല്ലാവരും ചെയ്ത് നോക്കുക.